ഹലോ ഫ്രണ്ട്സ്, ഡ്രീംസ് ക്യാച്ചറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കോലാറിലുള്ള കോട്ടിലിംഗേശ്വര ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇതൊരു വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ ഇതിപ്പം കോലാറിൽ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം കോലാറിലുള്ള കമ്മസാന്ദ്ര എന്ന് പറയുന്ന സ്ഥലം. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഒരു 105 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം ബാംഗ്ലൂർ തിരുപ്പതി റോഡിൽ ഒരു 105 കിലോമീറ്റർ ദൂരം. ആ റൂട്ടിൽ കോലാർ കഴിഞ്ഞിട്ടുള്ള ഒരു MB റോഡ് എന്ന സ്ഥലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നൊരു യൂ ടേൺ എടുത്ത് നമുക്ക് ഈ സ്ഥലത്തേക്ക് പോകാം. അപ്പം അവിടെ നിന്നൊരു 37 കിലോമീറ്ററോളം ഏകദേശം ഉണ്ട് ഈ ഒരു സ്ഥലത്തേക്ക്. അതൊരു ചെറിയൊരു ഗ്രാമമാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു ടൗണിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് ഷോപ്സ് ഒക്കെ കാണാം. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിയാം. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്ന് അകത്തോട്ട് പോവുകയാണെങ്കിൽ അവിടെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഉണ്ട്. ഇതൊരു ചെറിയൊരു ടൗൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ കാര്യമായിട്ടുള്ള ഹോട്ടൽസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അകത്തുള്ള ചെറിയ 1-2 ഹോട്ടൽസ് മാത്രമുണ്ട്. അപ്പം ഇവിടുന്ന് പോകുമ്പോൾ അതിന് കണക്കായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാം. അപ്പം അവിടുന്ന് ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കിട്ടും. ഇവിടെ എൻട്രൻസ് ഫീസ്, സ്പെഷ്യൽ എൻട്രൻസ് 50 റുപ്പീസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ തീരെ തിരക്കുണ്ടായിരുന്നില്ല. അപ്പം ഇത് മോസ്റ്റ്ലി റഷുള്ള സമയത്തായിരിക്കാം. അവർ ഈ അമ്പലം പണി കഴിപ്പിച്ചതെന്ന് പറഞ്ഞാൽ 1980-ലാണ്. അപ്പം ആദ്യമായിട്ടുള്ള ഫസ്റ്റസ്റ്റ് ഒരു ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പം 108 ഫീറ്റ് ഹൈറ്റുള്ള ഏറ്റവും ലാർജസ്റ്റ് ശിവലിംഗം എന്ന് പറയുന്നത് 108 ഫീറ്റുള്ള ഹയസ്റ്റ് ആയിട്ടുള്ള ശിവലിംഗമാണത്. അപ്പോൾ ഇത് സ്ഥാപിച്ചത് ശാംബ ശിവ മൂർത്തി എന്ന് പറയുന്ന ഒരു സന്യാസിയാണ്. അപ്പം അന്നത്തെ ഉദ്ദേശപ്രകാരം ഇത് 1 കോടി ശിവലിംഗങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിക്കാൻ എന്നുള്ളൊരു പ്ലാനിലാണ് ഇത് പണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഈ കാണുന്ന ഓരോ ശിവലിംഗവും ഓരോ ആളുകൾ, ഭക്തന്മാർ, ഓരോ ആൾക്കാർ ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചതാണ്. അപ്പം അതിനുള്ള ചാർജ് എന്ന് പറയുന്നത് 6000 രൂപയാണ് ഒരു ശിവലിംഗം ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചാർജ്. അത് അതിൻ്റെ സൈസിൻ്റെ ബേസിൽ അത് ഡിപ്പെൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 20 രൂപയാണ്. നിങ്ങൾ ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഫോട്ടോഗ്രാഫി ചാർജായിട്ട് 100 രൂപേൻ്റെ എക്സ്ട്രാ ഒരു ഇതും കൂടി എടുക്കണം. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇപ്പോൾ 1 കോടിയല്ല, അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് പ്ലേസാണിത്. അപ്പോൾ ഇതിൻ്റെ മുമ്പോട്ട് കാണുന്ന മഞ്ഞ കളറിലുള്ള ബിൽഡിങ്ങിന്, അതായത് അതാണ് അമ്പലം. അപ്പോൾ അതിൻ്റെ പുറത്ത്, അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരുപാട് നീളത്തിൽ ഇത് നിറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം 11ഓളം അമ്പലങ്ങളുണ്ട്. അപ്പം ചെറിയ രീതിയിലുള്ള ഒരുപാട് അമ്പലങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ശിവരാത്രി സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം. അപ്പം അത് മാത്രമല്ല, ഇവിടെ ഏകദേശം ഒരു 2 ലക്ഷത്തോളം ആൾക്കാർ ഇവിടെ പെർ ഇയർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശിവലിംഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ രീതിയിൽ നല്ല ഭംഗിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിസിറ്റിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി 9 മണി വരെയാണ് ഇവിടെ വിസിറ്റിംഗ് അവേഴ്സ്. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ രീതിയിലുള്ള ടൈമിങ്സ് ആണ്. പക്ഷേ ഒരു അമ്പലം പോലെയുള്ള ടൈമിങ്സ് അല്ല.
അപ്പം രാവിലെ 6 മുതൽ രാത്രി 9 വരെയുള്ള ടൈമിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വന്നിട്ട് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പുറകുവശത്തായിട്ട് നന്ദിയുടെ ഒരു 11 ഫീറ്റിൽ കൂടുതൽ ഹൈറ്റുള്ള നന്ദിയുടെ ഒരു പ്രതിമ കൂടി അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് നമുക്ക് KGF, നമ്മളുടെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള KGF, അതായത് കോലാർ ഗോൾഡ് ഫീൽഡ്സ്, നമ്മളുടെ പഴയ സ്വർണ്ണഖനി ഉണ്ടായിരുന്ന സ്ഥലം. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ പക്ഷേ അകത്തോട്ടിൽ ഉള്ള പ്രവേശനം ഇപ്പോൾ ഉണ്ടാകുന്നതല്ല, സാധാരണ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അങ്ങനെയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് കാണാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ്ണഖനിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ പ്രൊഡക്ഷനോ സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ എന്നാലും പുറത്ത് നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ഫാൻസി സ്റ്റോഴ്സും അതിൽ കുറച്ച് ഷോപ്സൊക്കെ ഇപ്പോൾ പുറത്തുണ്ട്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ പുറത്ത് നമ്മളുടെ പാർക്കിങ്ങിനോട് ചേർത്തിട്ട് അതിൻ്റെ പുറകുവശത്തായിട്ട് കാണുന്നിട്ടുള്ള ഒരു മെഡിറ്റേഷൻ സെൻറ്റർ പോലെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അകത്ത് പോയി ഇരിക്കാനും അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാനും അതുപോലെ തന്നെ പുറത്ത് ഇരുന്നിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാനും പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണിത്. ഇതിൻ്റെ അകത്ത് വലത് ഭാഗത്ത് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് കാണാം, അതാണ് മെഡിറ്റേഷൻ ഹാള്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ ഏതെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലിടാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.